ഓഡിയൻസിനോട് ഇനി എന്താ പറയാ? ഓഡിയൻസിന് ഇതൊരു അമേസിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത് ഐ ഫീൽ ഇറ്റ്സ് വളരെ ക്രൂഷ്യലാണ് ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ. ഫിലിം കാണുന്ന എല്ലാവർക്കും അതൊരു ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിട്ട് എല്ലാവരും അത് കാണണം. ഇനിയും ആൾക്കാർ സപ്പോർട്ട് ചെയ്യണം. ഹോപ്പ്ഫുള്ളി നന്നായി ഗീത വർക്കുന്നുള്ള എനിക്ക് സിനിമ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ദേവൻ എന്നുള്ള ക്യാരക്ടറാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. വളരെ സന്തോഷം. കുറേ മാസങ്ങളായിട്ട് കാത്തിരുന്ന ഒരു റിലീസാണ്. കുറേ ആളുകൾ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടുള്ളവർ, സിനിമയിൽ വളരെ പുതിയതായിട്ട് വരുന്ന ആളുകൾ, വലിയൊരു ടീമായിട്ടുള്ളൊരു വർക്കായിരുന്നു. അപ്പം അതിൻ്റെ ഒരു റിസൾട്ടിലേക്ക് വന്നു തന്നെയായിരിക്കും. പ്രേക്ഷകരെ ഏറ്റെടുക്കും തന്നെയാണ് വിശ്വാസം. എല്ലാവരും എടുത്ത എഫേർട്ട് കൃത്യമായിട്ടും സ്ക്രീനിൽ വന്നിട്ടുണ്ട്. വിഷ്വൽ എക്സ്പീരിയൻസ് ആണ്. ഒന്നോ രണ്ടോ തവണ കാണാവുന്ന സിനിമയാണ്. അതിലൊരു ഭാഗമായി എനിക്ക് ഫീൽ ചെയ്തത്. എല്ലാവരും കാണും. സെക്കൻഡ് ടൈം കണ്ടത് കുറച്ചുകൂടി ക്ലാരിറ്റി കണക്ഷൻ കിട്ടി. ക്ലിയറായിട്ടാണ് തോന്നുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ഓഡിയൻസിന് കുറച്ചൊരു ഈ പറഞ്ഞ പോലെ നന്നായി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഞാനൊരു ശ്രദ്ധ കൊടുത്ത് നന്നായിരുന്ന് കാണുമ്പോൾ പെട്ടെന്ന് പഠിക്കുന്നത്. നല്ല വിഷ്വൽ ട്രീറ്റാണ്. മ്യൂസിക് വളരെ റിച്ചാണ്. അതുകൊണ്ട് തിയേറ്ററിൽ തന്നെ വന്നിരുന്ന് കാണാൻ, ഫാമിലിയായിട്ട് വന്നിരുന്ന് കാണാനും കണക്ട് ചെയ്യാനും ഇമോഷണലി കണക്ട് ചെയ്യാനൊക്കെ പറ്റുന്ന സിനിമയാണെന്ന് ഞങ്ങൾക്ക് ചെയ്തതിലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ബാക്കി ഇനി പ്രേക്ഷകരാണ് പറയുന്നത്. Music director of Achyut Avatar. So everywhere we are getting the nice response, positive responses, and please do watch it in theaters. This is an epic and hyperlink movie. You all should watch it in theater. Thank you so much. Do share with your friends and family. Do come to theater. Thank you. I'm from Bangalore. Thank you. Thank you. പോലീസ് എന്നുള്ള ഡയറക്ടർ നന്നായിട്ട് എടുത്തിട്ടുണ്ടോ വ്യത്യസ്ത പ്രമേയത്തിലെടുത്തൊരു എന്താ പറയുന്നത് നല്ല ഈ ഇവിടെ ഈ ഗോപാൽക്ക് പോലെയുള്ള സംവിധാനം പ്രദേശ് പോലെയുള്ള ഇതിലൊക്കെ ഉള്ള തൊഴിൽ മേഖല അന്വേഷിക്കുന്നതിനെപ്പറ്റി കാണിച്ചിട്ടുണ്ട്. കൊള്ളാം. എല്ലാവരും നല്ല ജീവജീവനൊക്കെ നമ്മുടെ കുറേ നാളുകൾക്കുള്ള കുറേ പേരുടെ കഷ്ടപ്പാടിൻ്റെ സ്ഥലമാണ് ഈ സിനിമ. നല്ലൊരു സിനിമയായി മാറിയെന്നാണ് നമ്മുടെ വിശ്വാസം. ബാക്കിയുള്ളതെല്ലാം പ്രേക്ഷകരിലേക്ക് കൊടുത്തിട്ടുണ്ട്. അവരാണ് ശരിയെന്നതും കാണുന്നതും അഭിപ്രായം കൊടുക്കുക. കൂടെ കൂട്ടുമെന്ന് വിചാരിക്കുന്നു. തെയ്യം എന്ന കലാരൂപത്തിന്റെ വ്യത്യസ്തമായ തനിമയും ആ ഒരു വിശുദ്ധിയും ഒക്കെ സിനിമയിൽ കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട്. പുലിത്ത് എന്ന ഡയറക്ടറുടെ ആദ്യത്തെ സിനിമയാണ് ഡയറക്ഷനിലും കഥയിലും അല്ലേ? എന്ത് തോന്നുന്നു? ആ ഒരു ഒരുപാട് സന്തോഷം. കാരണം ഒരു പുതുമുഖ സംവിധായകൻ അല്ലെങ്കിൽ ഒരു പുതിയ സംവിധായകനാണ് എന്ന തരത്തിൽ തോന്നിപ്പിക്കാത്ത തരത്തിൽ അത്രയും ഗംഭീരമായി ഈ സിനിമ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. പ്രേക്ഷകരാണ് വിലയിരുത്തുന്നത്. വലിയൊരു സിനിമയുടെ ഭാഗമായിട്ടും നടന്നുള്ള നിലയിൽ ഇത്രയും സിനിമ ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? നടനായാലും നമ്മളാണല്ലോ. എന്നും നമ്മളിങ്ങനെ ഉണ്ടാവണമെന്നാണ് ആഗ്രഹം. കാരണം പ്രേക്ഷകർ നമ്മളെ കൂടെ ഉണ്ടാവണം. ഒരു എളിമുകൊണ്ട് പറയുന്നതല്ല, നമ്മളിങ്ങനെയാണ്. ഇത് മോഹൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തെ പോലെ തന്നെയാണ് ചില സമയങ്ങളിൽ. ഇതിന്റെ ലൊക്കേഷനൊക്കെ വരുന്നത് മംഗലാപുരം സൈഡ്, കാസർഗോഡ്. തെയ്യത്തിന്റെ നല്ല എല്ലാം ഇല്ല. തെയ്യത്തിന്റെ വേഷത്തിൽ കൊച്ചു അത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. അത് ശരിക്കും കോഴിക്കോട് ആണോ അതോ കണ്ണൂരുള്ള കുട്ടി തന്നെയാണോ? എങ്ങനെയാണത്? കാസർഗോഡുള്ള കുട്ടി തന്നെയാണോ? ഏതെങ്കിലും മുമ്പേ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആൾ ഒന്നുമല്ല, ഫസ്റ്റ് ടൈം തന്നെയാണ്. ആ കുട്ടി എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് കടന്നു വരുന്നതെന്ന് പറയാം. അതുപോലെ കാസ്റ്റിങ്ങിലൂടെ കാസ്റ്റിങ്ങിലൂടെയാണ്. എന്തായാലും സിനിമ നല്ല ഒരുപാട് സ്നേഹം. പ്രേക്ഷകരോട് പറയാനുള്ളത് സിനിമ ഏറ്റെടുക്കണം, നമ്മളെ ചേർത്ത് പിടിക്കണം. പുതിയ കലാകാരന്മാരാണ് നമ്മളെപ്പോലുള്ളവരെ നിങ്ങൾ ചേർത്ത് പിടിച്ചെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. ഒരുപാട് സ്നേഹം, സന്തോഷം. സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം. കാരണം പുതിയ ഫിലിമിനൊരു ഭാഗമാകാൻ പറ്റും. ഇതിനത്രയും നല്ലൊരു ഔട്ട്പുട്ടുള്ള നല്ല മെസ്സേജ് ഉള്ള ഒരു ഫിലിമിന്റെ ഭാഗമാകാൻ പറ്റുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതെല്ലാം ഓഡിയൻസിന്റെ കയ്യിലാണ്. അവർക്ക് സപ്പോർട്ട് ചെയ്താലേ എനിക്കും വളരെ ഇനിയും ഓഡിയൻസ് ഈ ഫിലിം ഒന്ന് കാണാം. നല്ല അഭിപ്രായം കിട്ടുന്നതാണ് എൻ്റെ ഫീലിംഗ്. സോ സിനിമാറ്റിക് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരിക്കും. ഒരു വർഷം കണ്ടാൽ മനസ്സിൽ പോവുക.
മറക്കാത്ത രീതിയിലുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഫിലിം. സോ എല്ലാ ഫാമിലി ആൾക്കാർക്കും കുട്ടികൾക്കും എല്ലാവർക്കും വന്ന് കാണാൻ പറ്റുന്ന ഒരു ഫിലിമാണ്. സോ എല്ലാവരും വന്നത് സപ്പോർട്ട് ചെയ്യുക. കണ്ട ആൾക്കാർക്കൊക്കെ നല്ല അഭിപ്രായമാണ് ഉള്ളത്. എനിക്കൊരു പേഴ്സണൽ എന്താ പറയുക ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം എൻ്റെ ഒരു ഡെബ്യൂ ഫിലിമാണ് ആസ് എ ഹീറോയിൻ. സോ എല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്യുക. പ്രേയിങ് ദാറ്റ് വിൽ ഗോ റിയലി വെൽ. താങ്ക് യു സോ മച്ച്.